വല്ലാത്ത വെയിൽ തന്നെ ഇപ്പം. വെയിൽ കൊള്ളാണ്ട് പറ്റുമോ രാഘവട്ടാ? പിന്നെ എന്ത് പണിയാ ജീവിക്കേണ്ടത്? എങ്ങനെയാണ് കൊത്തി വെക്കേണ്ടത്? പിന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല, ഭയങ്കര വെയിലല്ലേ, വെള്ളം അടിക്കണേ. അങ്ങനെ ആടെ കൊത്തിയിട്ട് കഴിഞ്ഞാൽ എനക്കല്ലേ പണി? ഇത് ഞാൻ മൂടണ്ടേ അല്ലേ? അത് ഒതുങ്ങി നിൽക്കട്ട്. വെള്ളം അടിക്കുമ്പോൾ ഒതുങ്ങില്ലേ? വെള്ളം പോകുമ്പോൾ ഒതുങ്ങി നിൽക്കുന്നല്ല നീ എനിക്ക് പറഞ്ഞിട്ട് അങ്ങ് പോവേ വേണ്ടു. ഇതും കൊണ്ട് കഷ്ടപ്പെടേണ്ട ഞാനാണ്. കഴിഞ്ഞ പ്രാവശ്യം മുതലാളി വന്നിട്ട് എന്തെല്ലാം പറഞ്ഞു തന്നെ. ഇനിയൊരു ചീത്ത പറയാൻ ബാക്കി വെച്ചില്ല. മൂടിയത് വൃത്തിയില്ല, കളിച്ചത് അങ്ങനെ ഇതിങ്ങനെ. നിങ്ങൾ പെണ്ണുങ്ങൾ മാറി കാട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടങ്ങ് ഇപ്പോൾ 3 മണി ആവണ്ട, അപ്പോഴത്തേക്ക് കൈയും കാലും കൈ ചിലമ്പിടും. നമ്മ എത്ര നേരത്തെ വരുന്നയാന്ന്? അപ്പോൾ നമ്മളൊന്നും വരുന്നില്ലേ? വെള്ളം കൂടെ അടിച്ചിട്ട് എപ്പോഴാണ് പോകേണ്ടത്? മുതലാളി ഞാൻ തോന്നുന്നു, മുതലാളിയുടെ അവസ്ഥ ഞാൻ തോന്നുന്നു, അങ്ങനെ കേൾക്കുന്നുണ്ട്. വേഗം വേഗം പറഞ്ഞു നോക്ക്. അപ്പോൾ മുതലാളിനെ കാണുമ്പോൾ ഒരു സ്പീഡ് കൂട്ടൽ, മുതലാളി പോയിട്ടാകുമ്പോൾ ഇവിടെ കുത്തിരിക്കൽ, അതൊന്നും ഈ രാഘവൻ ശീലിച്ചില്ല. കുറച്ച് ശീലിക്കണം. ഞാൻ 10-20 കൊല്ലമായിട്ട് ഈ മുതലാളീൻ്റെ പണിയെടുക്കുന്നതാണ്. എന്നെ ഒരു പണിക്കാരനായിട്ട് ഇതുവരെ മുതലാളി കണ്ടിട്ടുമില്ല. മുതലാളി ഇന്ന് വരുന്നു പറഞ്ഞിരി. ഓ അതെയാ? എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ആ പണിയെടുക്കാൻ? ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം കുറഞ്ഞുകൊണ്ട് മുതലാളി കിളച്ചാൽ കിട്ടുന്നില്ല. അതൊന്നും പ്രശ്നമാക്കണ്ടപ്പോൾ വെള്ളം അടിച്ചു തരുന്ന പോരെ. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വെള്ളം ഇല്ലാന്ന് തോന്നല്ല കിണറിൽ. അല്ല, വെള്ളമല്ല ഇപ്പോൾ ഓരോ കാലങ്ങളിലനുസരിച്ചിട്ട് വെള്ളം കുറയും. ചിലപ്പം നല്ല മഴ കിട്ടിയാൽ കൂടും. അത് സ്വാഭാവികമല്ലേ. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കൃത്യമായിട്ട് പണിയെടുക്കുക. എനിക്ക് രാഘവനെ കുറിച്ച് അങ്ങനെ ഒരു തെറ്റായ ധാരണയേ ഇല്ല. രാഘവനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ രാഘവന് പിന്നെ ഞാൻ വന്നിട്ട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതില്ല, എന്നാൽ രാഘവനെ കൃത്യമായി ചെയ്യുന്നില്ല. ഉത്തമ ബോധ്യം എനിക്കുണ്ട്. രാഘവൻ എന്താ പേടിക്കണ്ട്? രാഘവൻ ആ കൃത്യമായി ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടായില്ലേ നിങ്ങൾക്ക് പണി തരാൻ കഴിയൂ. ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടായി കിട്ടണ്ടേ? എന്നാലേ നിങ്ങൾക്ക് പണി തന്നിട്ട് നിങ്ങൾക്കൊന്ന് 10 രൂപ തരണ്ടേ? രാഘവ, ഇതേത് കഴിഞ്ഞാണ് ഇത് നല്ല കൊല പൊട്ടുന്നുണ്ടല്ലോ. അത് മുതലാളി അതൊന്നും ഇങ്ങ് ഒന്ന് പുറത്തുനിന്ന് വന്ന് പോന്നെയല്ലാണ്ട്. ഇതാരാ നിങ്ങളവിടെ ഒരു പുതിയ പെണ്ണിനെ കാണുന്ന പണിക്ക് കൂട്ടിയത്? അത് മുതലാളി നമ്മുടെ ആ രാജൻ്റെ ഭാര്യയാണ്. ആ കൈപ്പുറത്തുള്ള രാജനില്ലേ, മുന്നേ ഇവിടെ പണിക്ക് വന്നിന് അയാൾ. ഓൻ്റെ ഭാര്യയാണ് രാജനിപ്പം പണിയെല്ലാം കുറവായോണ്ട് ഇവളിപ്പം അടുത്ത കാലത്തെ പണിക്കെല്ലാം ഇറങ്ങി. അത് ഇപ്പം അത്യാവശ്യം പണിക്ക് പോകുന്നുണ്ട്. ഇപ്പം അവര് 2-3 പഠിക്കുന്ന പിള്ളേരല്ലേ. ഇപ്പം അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ എനിക്ക് പണി നല്ല പണിക്കാരത്തി മതി. അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. നിങ്ങൾ നമുക്ക് പണിയെടുക്കല്ലേ വിട്ടു, അത്രേ വേണ്ടു. രാഘവ, ഈ വാഴയൊന്നും കാര്യമായിട്ട് നോക്കണ്ട. കഴുങ്ങും തെങ്ങും എല്ലാം കാര്യമായി നോക്കിയാൽ മതി. വാഴയ്ക്ക് ഇപ്പോൾ പിന്നെ 4 കിലോ നേന്ത്രക്കായ്ക്ക് 100 റുപ്യ കിട്ടുന്നുണ്ട്. നമുക്ക് ഇടുന്ന ഒരു കൊല കിട്ടുന്നെങ്കിൽ എത്ര പൈസ ചിലവാക്കണം? പക്ഷെ മുതലാളി അത് ഈ തമിഴ്നാട്ടിലെ ചണ്ടിക്കായല്ലേ. ഇതൊക്കെ പറയുന്നതാണ്. ഇപ്പം നമ്മളെ കായ് കൊടുത്താലും ചണ്ടിക്കായ് ആയിട്ടേ കാണൂ. അതുകൊണ്ട് ഇതിന് വേണ്ടി മെനക്കണ്ട. തെങ്ങ്, കവുങ്ങ് അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. അതിന് ചെയ്താൽ മതി, പോരെ? മുതലാളിൻ്റെ അഭിപ്രായം പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയണ്ടത്? അങ്ങനെ ചെയ്താൽ മതി. രാഘവാ, എന്താ മുതലാളി? അവിടെ ഒരു 1-2 ചക്കപ്പൂര് കാണുന്നുണ്ടല്ലോ. അതിലൊന്നെനൊക്കെ പൊട്ടിച്ചേരുവാ. മുതലാളി ഇപ്പം പെട്ടെന്ന് പോവാ, പോകുമ്പോഴത്തേക്ക് പോരെ? മതി. നിങ്ങൾ ഇവിടുന്ന് പണി കഴിഞ്ഞ് പോകുമ്പം എനക്കൊന്നാടെ വീട്ടിൽ വെക്കണം. ആയിക്കോട്ടെ, ഞാൻ പറിച്ച് വെക്കാം. അവിടെ ഒരു പടന്ന കായ് എടുത്തോ. മുതലാളി അത് ആയിട്ടില്ല, ഇപ്പുറത്ത് ഒരു കൊലയുണ്ട്, അതിൽ നിന്ന് പോരെ?
മതി. ഏതായാലും രാഘവൻ നോക്കിയിട്ട് അത് ചെയ്തു തന്നാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതാ നമ്മ പച്ചക്കറി നടുന്നത്. നമ്മ നടുന്ന പച്ചക്കറിക്ക് കിട്ടുന്ന ഇതാ ഈ സാധനം. ഇതിന് വേണ്ടിയിട്ട് നമ്മ വളവും വിത്തും കൂലിയും എല്ലാം കൊടുത്തിട്ട് ഉണ്ടാക്കേണ്ടത് ഇതാണ് സാധനം. ഇതെന്തിന് നമ്മളെ പൈസ മുടക്കുന്നത്? രാഘവ എന്നാൽ ഞാൻ പോയിക്കൂടെ? മുതലാളി പറഞ്ഞ ചക്കപ്പൂതലും കായും പിന്നെ ആർന്ന് 2 കൂമ്പും പൊട്ടിച്ചിട്ട് ഞാൻ കാറ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ കാറിൽ നീ പറഞ്ഞ സാധനം ഉണ്ടേ. അത് ഞാനിത് കൊണ്ടുവക്കാൻ പോയവരെ ഞാൻ കണ്ടിട്ട് ഞാൻ ഇങ്ങെടുത്തിനി. അത് എനക്ക് തന്നെയാണെന്നറിയാം. അതെനക്ക് രാഘവനെ അറിയാലോ. ആ പിന്നെ എന്നാ മോളെ പേര്? രാധാ. രാധാ. പിന്നെ മോക്കെന്നാ വേണ്ടി വെച്ചാൽ നീ എല്ലാം ചെയ്തു കൊടുക്കണേ. എന്നാ വേണ്ടി ഞാൻ തരും. ആ ആയിക്കോട്ടെ. പണിക്കാരനാന്നല്ലോ നട്ടൊരു കയ്പൊക്കെ നോക്കിയാട്ടെ. എന്ത് നാണതല്ലോ. പോട്ടിടോ സ്വീപ്പാക്കണ്ട. കഥ കേട്ടുവാ. മുതലാളിക്ക് എന്ന് പറഞ്ഞാൽ ഈ പണിക്കാർ എന്ന് പറഞ്ഞ ജീവനാണ്. സ്വന്തം വീട്ടിലെ ആളെക്കാളും സ്നേഹിക്കും പണിക്കാരെ. അതുകൊണ്ടിപ്പം പറഞ്ഞിട്ടില്ല എന്നാ വേണ്ടത് വെച്ചാൽ കൊടുക്കണം. അതായത് എന്നാ വേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കാമ്പോ കൂമ്പോ ചക്കയോ തേങ്ങയോ അങ്ങനെ എന്ത് വാരിക്കോരി കൊടുക്കുന്നൊരു പ്രകൃതക്കാരനാണ് എൻ്റെ മുതലാളി. എനിക്കതൊന്നും വേണ്ട രാഘവേട്ടാ. ഇതൊന്നും കൊണ്ടുപോയാൽ ആടിയില്ല, ആൾക്ക് ഇഷ്ടപ്പെടൂല. അത് പിന്നെ എൻ്റെ ഇഷ്ടം. നമുക്കത്രല്ലേ വേണ്ടൂ. ആരോടൊന്നും മണിക്കുന്നൊന്നും അയാൾക്ക് ഇഷ്ടമല്ല.